എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് പറയുന്നത് വാതകാധിപതി ആൻഡ് അഷ്ടമാധിപതി ഇത് രണ്ടും നമ്മുടെ ജാതകത്തിൽ എന്ത് ചെയ്യും എന്നുള്ളതിനെ പറ്റിയാണ്. ഇത് കേരളത്തിൽ എത്രത്തോളം അപ്ലൈ ചെയ്യുന്നു എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ തമിഴ്നാട്ടിൽ അത് എല്ലാം നോക്കുന്നുണ്ട്. വാതകാധിപതി അഷ്ടമാധിപതി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ വാതകാധിപതി എത്രത്തോളം ജാതകത്തിൽ അത് ഉൾക്കൊണ്ട് അതിൻ്റെ ഫലങ്ങൾ എടുക്കുന്നു എന്നതിനെപ്പറ്റി എനിക്കറിയില്ല. പക്ഷേ ഞാൻ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓരോ ജാതകത്തിലും അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അതിൽ ഫലങ്ങൾ ശരിക്കും വരുന്നുണ്ടെങ്കിൽ അതങ്ങനെ യൂസ് ചെയ്യുക. കാരണം അല്ലെങ്കിൽ നമുക്ക് എല്ലാ ഗ്രഹങ്ങളും ഒരുപോലെ തോന്നും. അതിൻ്റെ കാര്യതത്വങ്ങൾ മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. ഏത് ഒരു ബാധക സ്ഥാനത്ത് നിന്നാലും നമുക്കത് മനസ്സിലാകില്ല. അപ്പം അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഏത് ഭാവത്തിലാണ് ഈ ബാധകാധിപതി അഷ്ടമാധിപതിക്ക് നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു നെഗറ്റീവ് കാര്യങ്ങൾ നമുക്ക് പറയാൻ അറിയില്ലായിരിക്കും. ഒരു സ്വഭാവം തന്നെ ശരിയാണോ എന്ന് കണ്ടുപിടിക്കണമെങ്കിലും ഇതൊക്കെ നോക്കണം. ഒരാളിൻ്റെ സ്വഭാവം, വിവാഹ പൊരുത്തത്തിനൊക്കെ ഒരാളിൻ്റെ സ്വഭാവം എങ്ങനെയാണ്, ആ വ്യക്തിയുടെ സ്വഭാവം ആണാവട്ടെ പെണ്ണാകട്ടെ അവരുടെ സ്വഭാവം എങ്ങനെയുള്ളതാണെന്ന് മനസ്സിലാക്കുന്നതിനൊക്കെ ഇത് പ്രയോജനപ്പെടും. അത്രയ്ക്ക് അത് ഒരു എന്താ പറയുക, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പല കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. നെഗറ്റീവായിട്ട് കാര്യങ്ങൾ ഒരുപാട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് പല ജാതകങ്ങളിൽ നിങ്ങൾ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. എത്രത്തോളം ഫലം ഉണ്ടെന്ന് നിങ്ങൾക്കപ്പോൾ മനസ്സിലാവും. ഓക്കെ. പക്ഷേ ചിലപ്പോൾ ഇത് പുതുമയായിട്ട് തോന്നാം. ഇങ്ങനെ ഉണ്ടോ എന്നുള്ളതിനെപ്പറ്റി ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരാം. അല്ലെങ്കിൽ അറിഞ്ഞവർ കൂടെ ചിലപ്പോൾ അത് ഉപയോഗിക്കാതെ വരാം. അപ്പം ഇതൊന്നും ഞാൻ പഠിച്ച കാര്യങ്ങൾ അത്രയും പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇഷ്ടമുണ്ടെങ്കിൽ അതിനെ ഫോളോ ചെയ്യാം കേട്ടോ. അതായത് അഷ്ടമാധിപതി എന്ന് പറയുമ്പോൾ അതെല്ലാവർക്കും അറിയാം. നമ്മൾ ലഗ്നം നോക്കുമ്പോൾ നേരെ നമ്മൾ 8നെയും നോക്കും അല്ലേ. ഒരു ജാതകം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ആദ്യം നമ്മൾ ലഗ്നം നോക്കും. ആണോ പെണ്ണോ ആണോ കറക്റ്റായിട്ട് ആണോ എന്നുള്ളത് നോക്കും. എല്ലാം നോക്കിക്കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് നേരെ പോകുന്നത് ലഗ്നം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് അഷ്ടമാധിപതിയാണ്. അഷ്ടമവും അഷ്ടമാധിപതിയും എങ്ങനെയാണ്? കാരണം ലഗ്നാധിപതി ബലമാണ്, അതുകൊണ്ട് എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടും, ആയുസ്സും ദീർഘമാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ആദ്യമൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെയാണ് പറഞ്ഞു തരുന്നത്. ലഗ്നം ബലമുണ്ട്, ലഗ്നാധിപതി ബലമുണ്ട്, ദീർഘായുസാണ്, എല്ലാ സമ്പത്തും ഐശ്വര്യവും ഒക്കെ നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞു തരും ബലമാണെങ്കിൽ. അങ്ങനെയല്ല. ആ ബലം ഒക്കെ ഒരു നമ്മുടെ സുഖ സൗകര്യങ്ങളും നമ്മൾ ജീവിക്കുന്ന രീതിയും നമ്മളെ സമൂഹത്തിൽ അറിയപ്പെടുന്ന രീതിയും ഒക്കെയാണ് ഈ ലഗ്നവും ലഗ്നാധിപതിയും ബലം തരുന്നത്. പക്ഷേ അഷ്ടമാധിപതിയും അഷ്ടമവും ബലമില്ലെങ്കിൽ എത്ര വലിയ കോടീശ്വരനാണെങ്കിലും ശരി, എത്ര വലിയ പൊസിഷനിൽ ഇരുന്നവരായിരുന്നാലും അഷ്ടമത്തിനും അഷ്ടമാധിപതിക്കും ബലമില്ലെങ്കിൽ വളരെ നമുക്കിപ്പോൾ അത് പറയേണ്ട ആവശ്യമില്ല. അത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു അഷ്ടമാധിപതി എല്ലാവർക്കും അറിയാം. അപ്പം അത് അവരെല്ലാവരും നോക്കുന്നുണ്ട്. ഓരോ ഭാവത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റെതായ ഭാവത്തിൻ്റെ ഇത് ഇല്ലാതാക്കുന്നതാണ്. അഷ്ടമാധിപതി എവിടെ പോയി നിന്നാലും എല്ലാവരും ബലം ബലം എന്ന് പറയുമെങ്കിലും, അതായത് 8ൽ നിന്നാൽ ആയുസ്സിന് ബലം എന്ന് പറയുന്നു. പക്ഷെ 8ാം ഭാവത്തിന് അഷ്ടമാധിപതിയാണ് പോയി നിൽക്കുന്നത്. 8ാം ഭാവത്തിൻ്റെ നാഥൻ തന്നെയാണ് നിൽക്കുന്നത്. എങ്കിലും അവിടെ പ്രശ്നങ്ങൾ വരുമെന്നുള്ളതും കൂടെ മനസ്സിലാക്കണം. അത് കൂടുതൽ പഠിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ, അതായത് ബേസിക്കെല്ലാം കഴിഞ്ഞ് കുറേ വർഷങ്ങളൊക്കെ കഴിഞ്ഞ് പലതും പഠിച്ച് കഴിഞ്ഞ് പിന്നെ ജാതക ചിന്ത എന്നുള്ള രീതിയിലോട്ടൊക്കെ വന്ന് പല ജാതകങ്ങൾ നോക്കി കഴിയുമ്പോഴാണ് ഓരോന്നും പുതിയ അനുഭവമായിട്ട് തോന്നുന്നത്. അങ്ങനെ ഒരുപാട് പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ അവരോട് പറയുന്നത് 1 വർഷമോ 6 മാസമോ പഠിച്ചു കഴിഞ്ഞിട്ട് ഒരിക്കലും ജാതകം കൈകൊണ്ട് എടുക്കരുത്. കാരണം പറയാനേ പറ്റില്ല, ഒരു ഫലവും പറയാൻ പറ്റില്ല. അതുപോലെ ആ പഠിപ്പിച്ചു കൊടുക്കുന്ന ഗുരുവിന് എത്രത്തോളം കാര്യങ്ങൾ അറിയാമെന്നുള്ളത് അദ്ദേഹത്തിൽ നിന്ന് മാക്സിമം നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം വെളിയിൽ പോയിട്ട് പുറത്തു പോയി പഠിക്കാൻ ശ്രമിക്കുക. കാരണം അവർ തന്നെ റെഫർ ചെയ്യും. ഇന്ന ആൾക്കാർ ഈ സബ്ജക്റ്റൊക്കെ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് നമ്മളെ റെഫർ ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് പോയി പഠിക്കാം. അതുകൊണ്ട് പഠിക്കുന്നത് കുറേ വർഷമെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഫലങ്ങൾ എടുക്കാൻ പറ്റുകയുള്ളൂ. ഞാൻ 7 പേരോട് പഠിച്ചതാണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത്രത്തോളം ഡെപ്താണ് സബ്ജക്റ്റ്. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ
ജാതകത്തിലെ ഒരുവിധം കാര്യമെങ്കിലും കറക്റ്റായി പറയാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ രേവതി നക്ഷത്രം തന്നെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് അടുത്ത ഞാൻ 2-3 നക്ഷത്രങ്ങൾ എടുത്തു വച്ചിട്ടുണ്ട്. അത് കുറേ പോയിൻറ്റ്സ് വേണം. അങ്ങനെ കുറേ ഒരു 20 നിമിഷമെങ്കിലും എനിക്കത് കാര്യങ്ങൾ അതിൽ പറയണമല്ലോ. അപ്പോൾ അതിനുള്ള പോയിൻറ്റ്സൊക്കെ തേടി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഓരോ അവിട്ടം ചോദിച്ചിട്ടുണ്ട്, ഉത്രം ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്ലോലി ഇടാം കേട്ടോ. ഇപ്പോൾ നമുക്ക് അഷ്ടമാധിപതിയും ബാധകാധിപതിയും എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു അഷ്ടമാധിപതി എല്ലാവർക്കും അറിയാം. അപ്പം ബാധകാധിപതി എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് പൊതുവേ നമ്മുടെ കാലപുരുഷൻ്റെ ഇത് മേടം തൊട്ട് തുടങ്ങുമ്പോൾ ലഗ്നാധിപതി തന്നെയാണ്, ഈ ചൊവ്വ തന്നെയാണ് അഷ്ടമാധിപതിയായിട്ടും വരും. അപ്പോൾ അതുപോലെ ഓരോ ലഗ്നം വച്ച് നോക്കുമ്പോൾ ഓരോ ലഗ്നത്തിൻ്റെ അഷ്ടമാധിപതി എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അത് ഈസിയുമാണ് എടുക്കാൻ. പക്ഷേ ബാധകാധിപതി എന്ന് പറയുമ്പോൾ ചരരാശികൾക്ക്, ചരരാശി എന്ന് പറയുമ്പോൾ മേടം, കർക്കിടകം, തുല, മകരം. അപ്പം ഇതെല്ലാം ചരരാശിയാണ്. സ്ഥിരരാശിയാണെങ്കിൽ ഇടവം, ചിങ്ങം, വൃശ്ചികം, കുംഭം. ഉഭയരാശി 4 കോർണർ രാശികൾ. മനസ്സിലായല്ലോ. അപ്പം ഇത് ചരരാശി. അപ്പോൾ ചരരാശിക്ക് എങ്ങനെ എടുക്കണം എന്ന് വെച്ചാൽ 11ാം ഭാവാധിപതി, 11ാം ഭാവം ബാധകാസ്ഥാനമായിട്ട് വരും. അപ്പോൾ മേടത്തിൻ്റെ ബാധകാസ്ഥാനം എന്ന് പറയുന്നത് കുംഭമാണ്. കുംഭത്തിൻ്റെ ശനിയാണ് ഇവിടെ ബാധകാധിപതിയായിട്ട് വരുന്നത്. മനസ്സിലായല്ലോ. മേടത്തിൻ്റെ 11ാം ഭാവം ചരരാശിക്ക് ബാധകാസ്ഥാനമാണ്. അവിടുത്തെ അധിപതി ശനിയാണ് മേടലഗ്നത്തിനോ ബാധകാധിപതിയായിട്ട് വരുന്നത്. മനസ്സിലായി. അപ്പം ചൊവ്വ അഷ്ടമാധിപതിയായിട്ട് വരുന്നുണ്ട്. അപ്പം ഇവർക്ക് ബാധകാധിപതിയും അഷ്ടമാധിപതിയുമായിട്ട് വരുന്നത് ശനിയും ചൊവ്വയുമാണ്. ശനിയും ചൊവ്വയാണ് മേടത്തിന് വരുന്നത്. ഓക്കെ. അടുത്തത് ഇടവം. ഇടവത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ 9ാം അധിപതിയാണ് ബാധകാധിപതിയായിട്ട് വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ചരം നോക്കാം അല്ലേ. അടുത്തത് കർക്കിടകം. അപ്പം കർക്കിടകത്തിന് 11ാം ഭാവമാണ് വരുന്നത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. അപ്പം ശുക്രനാണ് ഇവിടെ ബാധകാധിപതിയായിട്ട് വരുന്നത്. ശുക്രനാണ് ബാധകാധിപതിയായിട്ട് വരുന്നത്. അഷ്ടമാധിപതി 1, 2, 3, 4, 5, 6, 7, 8. ശനി തന്നെയാണ് അഷ്ടമാധിപതിയായിട്ട് വരുന്നത്. അടുത്തത് തുല. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. തുലാമിനും 11ാം അധിപതിയാണ്, 11ാം ഭാവമാണ് ബാധകസ്ഥാനമായി വരുന്നത്. ഇവിടെ സൂര്യനാണ്. തുലാത്തിന് സൂര്യനാണ് വരുന്നത്. അപ്പോൾ അതുപോലെ ശനിയാണ് 1, 2, 3, 4 അല്ല 1, 2, 3, 4, 5, 6, 7, 8. ശുക്രനാണ് തുലാം ലഗ്നത്തിന് 11ാം ഭാവം ചിങ്ങമാണ് ബാധക സ്ഥാനമായിട്ട് വരുന്നത്. സൂര്യനാണ് ബാധകാധിപതിയായിട്ട് വരുന്നത്. അതേപോലെ അഷ്ടമാധിപതി ശുക്രനാണ് തുലാത്തിൻ്റെ അധിപതി. 8ാം അധിപതി അത് തന്നെയാണ്. അപ്പോൾ ശുക്രനാണ് അഷ്ടമാധിപതിയായിട്ട് വരുന്നത്. അടുത്തത് മകരം. മകരത്തിന് 11. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. വൃശ്ചികമാണ് ബാധക സ്ഥാനമായിട്ട് വരുന്നത്. വൃശ്ചികത്തിൻ്റെ അധിപൻ ചൊവ്വയാണ് ബാധകാധിപതിയായിട്ട് വരുന്നത്. സൂര്യനാണ് അഷ്ടമാധിപതിയായിട്ട് വരുന്നത്. 1, 2, 3, 4, 5, 6, 7, 8. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. അപ്പം ഇത് ചരരാശിക്ക് ഇങ്ങനെയാണ് ബാധകാസ്ഥാനം കണ്ടുപിടിക്കേണ്ടത്, ബാധകാധിപതി. അടുത്തത് ഇത് നിങ്ങൾ
ഇത് നിങ്ങൾ എഴുതിക്കോളൂ, അത് നിങ്ങൾക്ക് മനസ്സിലാവും. 11ാം ഭാവം 11ാം ഭാവാധിപതി, അത്രയേ ഉള്ളൂ. അടുത്തത് ഇടവം, ചിങ്ങം, വൃശ്ചികം, കുംഭം. ഇത് നോക്കിയെടുക്കാം. അപ്പം ഇത് 9ാം ഭാവവും 9ാം അധിപതിയുമാണ് ബാധക സ്ഥാനവും ബാധകാധിപതിയുമായിട്ട് വരുന്നത്. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോളെ. എനിക്ക് തെറ്റുപറ്റുമോ എന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളെ. അപ്പം ഇടവത്തിൻ്റെ 1 2 3 4 5 1 2 3 4 5 6 7 8 9. അപ്പം ശനിയാണ്. ഇടവത്തിന് 9 ശനിയാണ്. അപ്പോൾ ബാധകാധിപതി ശനിയാണ്. 1 2 3 4 5 6 7 8. ഗുരുവാണ് അഷ്ടമാധിപതി. ഓക്കെ. അടുത്തത് ചിങ്ങം. ചിങ്ങത്തിന് 9ആണ്. 1 2 3 4 5 6 7 8 9. 9 മേടമാണ്, ചൊവ്വയാണ് ബാധകാധിപതി. അപ്പം ചൊവ്വയും 1 2 3 4 5 6 7 8 ഗുരു. അടുത്തത് വൃശ്ചികം. വൃശ്ചികത്തിൻ്റെത് ചന്ദ്രനാണ് ബാധകാധിപതി. അതുപോലെ അഷ്ടമാധിപതി 1 2 1 2 3 4 5 6 7 8. ബുധനാണ് അഷ്ടമാധിപതി. അടുത്തത് കുംഭം. കുംഭത്തിൻ്റെത് അതേപോലെ 9ആണ്. അഷ്ടമാധിപതി 9 ശുക്രനാണ്. ബാധകാധിപതി 1 2 3 4 5 6 7 8 9 ബാധകാധിപതി. അതുപോലെ 8 ബുധനുമാണ്. ശുക്രനും ബുധനുമാണ്. ഇതാണ് സ്ഥിരരാശികൾക്കുള്ള 9ാം ഭാവവും 9ാം ഭാവാധിപതി. അടുത്തത് ഈ 4 കോർണറുമാണ്. ഡസ്റ്ററിനെ കാണാനില്ല. ഇവിടെ അടുത്തത് 4 ഈ കോർണറാണ്. അതാണ് ഉഭയരാശി. ഉഭയ ലഗ്നമായിട്ട് വരുന്നവർക്ക് അത് വേറെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ നോക്കിയാൽ മതി. 7ാം അധിപതിയും 7ാം ഭാവവും. അപ്പോൾ മിഥുനത്തിന് നേരെ പിന്നെ ഗുരുവാണ്. ഗുരു 8 ശനി. 7ാം അധിപതിയാണ്, 7ാം ഭാവവുമാണ് ബാധക സ്ഥാനവും ബാധകാധിപതിയുമായിട്ട് വരുന്നത്. അഷ്ടമാധിപതി ശനി. ഓക്കെ. അടുത്തത് കന്നി. കന്നിക്ക് അതുപോലെ ഗുരു തന്നെയാണ്. ബുധൻ്റെ വീടല്ലേ, നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഗുരു ബാധകാധിപതിയായിട്ട് വരുന്നുണ്ട്. അതുപോലെ ചൊവ്വയാണ് അഷ്ടമാധിപതിയായിട്ട് വരുന്നത്. 1 2 3 4 5 6 7 8. ഓക്കെ. ഇത് ഞാൻ മനസ്സിലാകാത്തവർക്ക്, അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഇത്രയും ഡീപ്പായിട്ട് പറയുന്നത്. അല്ലാത്തവർക്ക് പ്രശ്നമില്ല, അവർക്ക് മനസ്സിലാവാൻ പെട്ടെന്ന്. അടുത്തത് ധനുസ്. ഇപ്പം ധനുസ് ആണെങ്കിൽ ഗുരുവിൻ്റെ വീടാണ്. ബുധനാണ് ബാധകാധിപതിയായിട്ട് വരുന്നത്. അതുപോലെ ചന്ദ്രനാണ് 8. അടുത്തത് മീനം. മീനത്തിന് ബുധനാണ്. ശുക്രനാണ് അഷ്ടമാധിപതി. അപ്പം ഇത്രയാണ് ഈ ബാധകാധിപതിയെ പറ്റി പറയുന്നത്. അപ്പം ഈ ബാധകാധിപതിയും അഷ്ടമാധിപതിയും നമ്മുടെ ഭാവങ്ങളിൽ 12 ഭാവങ്ങളിൽ ചേർന്ന് നിൽക്കാം. രണ്ടുപേരുടെ ദൃഷ്ടി ഏതെങ്കിലും ഭാവങ്ങളിൽ വീഴാം. അപ്പം എങ്ങനെ നിന്നാലും എന്തൊക്കെ പ്രശ്നങ്ങൾ കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അടുത്തത് മനസ്സിലാക്കേണ്ടത്. അതായത് ഇപ്പോൾ മേടലഗ്നം എന്ന് വെച്ചോളൂ. മേടത്തിൻ്റെ ലഗ്നാധിപതി ചൊവ്വയാണ് അല്ലേ. ഈ ചൊവ്വ പോയി 11ാം ഭാവത്തിൽ നിൽക്കുന്നു എന്ന് വെച്ചോളൂ. ചൊവ്വ ചില ജാതകത്തിൽ ചൊവ്വ ഇവിടെ കാണും. മേടലഗ്നമായിരിക്കും, ചൊവ്വ ഇവിടെ ഉണ്ടാവും അല്ലേ. അപ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? മേടലഗ്നമാണ്, ചൊവ്വ ലഗ്നാധിപതി പോയി 11ൽ നിൽക്കുന്നു, ലാഭസ്ഥാനത്ത് നിൽക്കുന്നു എന്നാണ് പലരും മനസ്സിലാക്കുന്നത്.
ആദ്യം പഠിക്കുമ്പോഴും ഞാനും അങ്ങനെയാണ്. ലഗ്നാധിപതി 11 നിൽക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടും, നമ്മൾ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും, അങ്ങനെയൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ നമുക്കത് ബാധകാസ്ഥാനമായിട്ടും കൂടെ എടുക്കണം. അപ്പം ബാധകാസ്ഥാനത്താണ് പോയി ചൊവ്വ നിൽക്കുന്നത്. അപ്പം എന്താണെന്ന് വെച്ചാൽ ലഗ്നാധിപതി പോയി സ്വയം ബാധകത്തിൽ വീഴുന്നു, ബാധകത്തെ തേടിപ്പോകുന്നു, പ്രോബ്ലംസിനെ തേടിപ്പോകുന്നു എന്ന് വേണം എടുക്കാൻ. മനസ്സിലായില്ലേ? ഇപ്പം ഒരു ബാധകാധിപതിയും അഷ്ടമാധിപതിയും ഇങ്ങനെ നിൽക്കുന്നു, അതുകൊണ്ട് സൗഭാഗ്യങ്ങൾ കിട്ടില്ല, അങ്ങനെ അത്രയും ബുദ്ധിമുട്ട്, അങ്ങനെയല്ലേ എടുക്കേണ്ട. പക്ഷേ അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകൾ തരുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പം സ്വയം പ്രോബ്ലംസെ തേടിപ്പോകുന്നു എന്നുള്ളതാണ് ലഗ്നാധിപതി 11 പോയി നിന്നാൽ, ബാധകസ്ഥാനത്ത് പോയി നിന്നാൽ. അതേസമയം 11 ഭാവാധിപൻ ബാധകാധിപതിയായ ശനി ഇവിടെ നിൽക്കുകയാണെങ്കിൽ, ശനി ഇവിടെ നിൽക്കുകയാണെങ്കിൽ പൊതുവെ നീചമെന്ന് എടുക്കാറുണ്ട്. കാരണം ഒരു രാശിയിൽ ശനി നിൽക്കണമെങ്കിൽ അത് നീചമായിട്ട് മൊത്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഭരണി നക്ഷത്രത്തിന് ചില ഒരു ഡിഗ്രി ഉണ്ട്. ആ ഡിഗ്രിയിൽ പോയി നിൽക്കുമ്പോഴുമാണ് ശനി മൊത്തമായിട്ട് നമ്മൾ നീചം എന്ന് കണക്കാക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ 11 ഭാവാധിപതിയും 10 ഭാവാധിപതിയുമായ 10ഉം 11ൻ്റെ അധിപതിയായ ശനി ലഗ്നത്തിൽ നിൽക്കുന്നു എന്ന് എടുക്കണം. അപ്പം 10 എന്ന് പറയുമ്പോൾ ബിസിനസ്, തൊഴിൽ, 11 എന്ന് പറയുമ്പോൾ ലാഭം. അപ്പം ലഗ്നത്തിൽ നിൽക്കുന്നതുകൊണ്ട് തൊഴിലും ലാഭവും ഒക്കെ ശരിക്ക് വരും എന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല. ലാഭം എന്ന് പറഞ്ഞ് ബിസിനസ് തുടങ്ങി അവസാനം അത് നീച അവസ്ഥയിലാണെങ്കിൽ സ്ലോലി വലിയ കാര്യത്തിൽ വലിയ ബിസിനസ്, വലിയ രീതിയിലൊക്കെ ബിസിനസ്സൊക്കെ തുടങ്ങി അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥയിലോട്ട് പോയി ചേരും എന്നാണ്. കാരണം ആവശ്യമില്ലാതെ ഓഫീസിന് ഭയങ്കര ഡെക്കറേഷനൊക്കെ ചെയ്ത് നിറയെ തൊഴിലാളികളൊക്കെ വെച്ചൊക്കെ ഭയങ്കര ബന്ധമായിട്ടൊക്കെ ആരംഭിച്ച് അവസാനം 0 പോയിന്റ് പോയി നിൽക്കുന്ന ഒരവസ്ഥ വരുമെന്നുള്ളത് സൂക്ഷിക്കണം. കാരണം ബാധകം ചെയ്യും, ആ ലാഭത്തിന് തരാൻ വേണ്ടി ബാധകം ചെയ്യും. പക്ഷെ വല്ലതും ചെറിയ ഒരു എല്ലാം ഇത് കിട്ടാനുള്ള ചാൻസ് അല്ലാതെ കൂടുതലും ബാധകം ചെയ്യുന്നു വേണം എടുക്കാൻ. അത് നീചാവസ്ഥയാണെങ്കിൽ, ശനി നീചമാണെങ്കിൽ ഇന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഇങ്ങനെയാണ് നിങ്ങൾ ബാധകത്തിൽ പോയി നിന്നാലും തിരിച്ച് ലഗ്നാധിപതി പോയി നിന്നാലും അല്ല ബാധകാധിപതി ലഗ്നത്തിൽ നിന്നാലും ഇങ്ങനെയാണ് എടുക്കണം. അപ്പം എന്ത് ചെയ്യും? സ്വയം ബാധകാധിപതി തേടി വന്നതാണ്. ഇത് ആദ്യത്തത് ലഗ്നാധിപതി 11 പോയി നിന്നപ്പം ബാധകത്തെ തേടിപ്പോയതാണ്. പക്ഷേ ഇത് അറിയാതെ വന്നു ചേർന്നതാണ്. അപ്പം ഇങ്ങനെ രണ്ടും നിങ്ങൾ മനസ്സിലാക്കി എടുക്കണം. ഓക്കെ. അപ്പം ഇതുപോലെയാണ് എല്ലാ കാര്യങ്ങളും എടുക്കേണ്ടത്. ഇനി ലഗ്നത്തിൽ ബാധകാധിപതി നിൽക്കണം. അപ്പോൾ ഈ 12 ഭാവങ്ങളിൽ നിൽക്കുമല്ലോ. അപ്പം അതെങ്ങനെയാണെന്ന്, ഈ 12 ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ ആദ്യത്തെ ഭാവത്തിൽ നിൽക്കുമ്പം പ്രശ്നം നമ്മളെ തേടി വരുന്നു. അപ്പം ഈ ഒരു ദശ വരില്ലേ, ഞാൻ പറഞ്ഞിട്ടുള്ള ഓരോ ബാധകാധിപതി അഷ്ടമാധിപതിയുടെ ദശ. ഇപ്പം ബാധകാധിപതിയുടെ ദശ നടക്കുന്നു. നമുക്ക് മേടത്തിനെ തന്നെ എടുക്കാം. ബാധകാധിപതി ശനിയാണ്, അഷ്ടമാധിപതി ചൊവ്വയാണ്, അല്ലേ? അപ്പോൾ നിങ്ങളത് ലഗ്നാധിപതിയും കൂടെ ചേർത്തെടുക്കുക. ലഗ്നാധിപതിയാണല്ലോ അഷ്ടമാധിപതിയായിട്ട് വരുന്നത്, അതുകൊണ്ട് വലിയ ദോഷം ചെയ്യില്ല എന്നൊന്നും എടുക്കണ്ട. അത് അതിൻ്റെതായ കാര്യങ്ങൾക്കെല്ലാം ചെയ്യും. അപ്പം ഇത് ബാധകാധിപതി ദശയും അഷ്ടമാധിപതി ഭുക്തി മീൻസ് അപഹാരം, ഇത് നടക്കുകയാണെങ്കിൽ സൂക്ഷിക്കണം. രണ്ടും ചേർന്ന് നടക്കുകയാണെങ്കിൽ ഇപ്പോൾ ബാധകാധിപതി ശ്രദ്ധിക്കില്ല. എല്ലാവരും അഷ്ടമാധിപതി അപഹാരം നടക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ മറ്റൊരു സീരിയസ് ആയിട്ട് എടുക്കും. അല്ലെങ്കിൽ തിരിച്ചു നടക്കാം. അഷ്ടമാധിപതി ദശയിൽ ബാധകാധിപതി ഭുക്തി അപഹാരം എന്ന് വരാം. അങ്ങനെ വരുമ്പോൾ എന്ത് പറയും? ദശ മാത്രമേ എടുക്കത്തുള്ളൂ, ആ ഭുക്തി എടുക്കത്തില്ല. അങ്ങനെയാണെങ്കിലും പ്രശ്നം വരും. അപ്പം ഇത് ശ്രദ്ധിക്കേണ്ടത് വിവാഹ കാര്യങ്ങൾക്കെല്ലാം ശ്രദ്ധിക്കണം. കാരണം പൊരുത്തം നോക്കുന്ന സമയത്ത് ബാധകാധിപതിയെ കണക്കിലെടുക്കാത്ത ആൾക്കാർ ബാധകാധിപതിയെ സാധാരണ ലാഭാധിപതി എന്നൊക്കെ പറഞ്ഞ് എടുത്ത് വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ താങ്ങാൻ പറ്റില്ല. കാരണം വിവാഹം കഴിഞ്ഞ ഉടനെ ദശകളൊക്കെ നന്നായിട്ട് പോകണം കുട്ടികൾക്ക്. അവർക്ക് ആ സമയം കുറച്ച് 2-3 വർഷം അവർ ജോളിയായി നടക്കുന്ന സമയമാണ്. ആ സമയത്തൊക്കെ പോയി ഈ ഒരു ദശയും അപഹാരമൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടികളെ വല്ലാതെ അത് വീർപ്പ് മുട്ടിക്കും. അതൊരു
നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലോട്ടൊക്കെ പോകും. അപ്പം അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. പൊരുത്തം നോക്കുന്ന സമയത്തൊക്കെ ഈ ഒരു കാര്യമൊക്കെ ശ്രദ്ധിക്കണം. വളരെ വളരെ അതും ശനിയും ചൊവ്വയും കോമ്പിനേഷൻ ഒന്നും നല്ല സുഖകരമായിട്ടുള്ള കോമ്പിനേഷനേ അല്ല. അപ്പം അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. അത് പ്രത്യേകം അത് വിവാഹ സമയത്ത് പൊരുത്തം നോക്കുമ്പോഴൊക്കെ ഇത് വളരെ ശ്രദ്ധിച്ച് വേണം നടത്താൻ. നിങ്ങൾ ഞാനീ പറയുന്നത് കൊണ്ടൊന്നും അങ്ങനെ വിശ്വസിക്കണമെന്നില്ല. ഇത് ഞാൻ പഠിച്ച കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രം. നിങ്ങൾ പല ജാതകങ്ങളിൽ കഴിഞ്ഞു പോയ ഇതേപോലെ ഭുക്തിയും ദശയും ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അത് ഏത് ഭാവത്തിലാണ് ഇത് നിൽക്കുന്നത്, ബാധകാതി പോയി 7ലാണോ നിൽക്കുന്നത്, അഷ്ടമാധിപതി ബാധകാതിയും പോയി 7ലൊക്കെ നിൽക്കുന്നു എന്ന് വെച്ചാൽ അവർക്ക് വിവാഹത്തിന് പ്രശ്നങ്ങളുണ്ടാവും. 2 വിവാഹം നടക്കുക, ആദ്യത്തെ വിവാഹം തന്നെ ഡിവോഴ്സുമായി, ആ ഒരു ഭുക്തി അപകാരത്തിൽ തന്നെ പ്രശ്നങ്ങൾ അത്രയും ഇതാകാം. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നടക്കും. സൂക്ഷിക്കണം, വളരെ വളരെ സൂക്ഷിക്കണം. 4ൽ നിന്നാൽ അതുപോലെ ഇങ്ങനെ ഓരോ ഭാവത്തിൽ നിൽക്കുമ്പോൾ ഓരോന്നും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഈ ദശയും അപഹാരവും വരുമ്പോഴും കുറച്ച് കെയർഫുൾ ആയിരിക്കണം. അപ്പം ഇനി ആരെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഒരു ജാതകം കൊണ്ട് തന്നാൽ വരാൻ പോകുന്ന ദശയും ഭുക്തിയുമൊക്കെ ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ അവരെ കുറച്ച് അലേർട്ടായിട്ട് ഇരിക്കാൻ പറഞ്ഞാൽ മതി. സൂക്ഷിക്കണം. ഈ സമയത്ത് നിങ്ങൾ ആവശ്യമില്ലാത്തതിലൊന്നും പോയി ചാടി പുറപ്പെടരുത്. കാരണം ആ ഒരു ബാധകാധിപതി അഷ്ടമാധിപതി എവിടെ നിൽക്കുന്നോ ആ ഭാവത്തിൻ്റെയും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഭാവത്തിൻ്റെ കാരകത്വങ്ങളും ആ ഗ്രഹം നിൽക്കുന്ന ഗ്രഹത്തിൻ്റെയും കാരകത്വങ്ങളും കൂടെ ചേർത്ത് പറഞ്ഞു കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് നക്ഷത്രക്കാല് നോക്കാൻ അറിയാമെങ്കിൽ ഏത് നക്ഷത്രക്കാല് നിൽക്കുന്നു എന്നുള്ളതും കൂടെ നോക്കണം. അതും കൂടെ വേണം നോക്കിക്കൊടുക്കാൻ. പിന്നെ ഈ ഒരു കോമ്പിനേഷൻ ബാധകാധിപതി അഷ്ടമാധിപതി കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ അത് ചിലപ്പോൾ 5ാം ഭാവത്തിലോ അങ്ങനെയൊക്കെ നിൽക്കണമെങ്കിൽ വലിയ ഒരു പ്രശ്നങ്ങളില്ലാതെ സ്മൂത്തായിട്ടങ്ങ് പോകും. എന്നാലും അത് കൂടുതൽ പ്രശ്നങ്ങളിലോട്ട് വരുന്നത് 6, 8, 12, 3 ഇങ്ങനെയുള്ള നക്ഷത്രക്കാലിലോ അല്ലെങ്കിൽ 6, 8, 12 ഭാവങ്ങളിലൊക്കെ നിൽക്കുമ്പോഴാണ് കൂടുതൽ എഫക്റ്റ് തരുന്നത്. അത് കുറച്ച് ശ്രദ്ധിക്കണം. എപ്പോഴും നെഗറ്റീവായിട്ടുള്ള നമുക്ക് ദുസ്ഥാനങ്ങൾ നിൽക്കുമ്പോഴാണ് എല്ലാ ഗ്രഹങ്ങൾക്കും ഒരു നെഗറ്റിവിറ്റി തരാൻ തോന്നുന്നത്. അപ്പം ഇത് ആൾറെഡി കുറച്ച് ബുദ്ധിമുട്ട് തരുന്നതാണ്. അത് തന്നെ പോയി 6, 8, 12 പോയി നിന്ന് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് കൂടുതൽ തരുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതേപോലെ ഈ ദശയും കാലങ്ങളും കൂടെ ശ്രദ്ധിക്കണം. ഒരു പക്ഷേ ദശാകാലങ്ങൾ കൂടെ വരാൻ ചാൻസ് കാണില്ല. അതിന് മുമ്പേ കൂടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി തരും. അപ്പം ഓരോ ഭാവത്തിൽ നിൽക്കുന്നതനുസരിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. നിങ്ങൾ അതിന് ആ ഭാവത്തിൻ്റെ കാരകത്വങ്ങളും നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ കാരകത്വങ്ങളും മനസ്സിലാക്കുക. കാരണം പല ഗ്രഹങ്ങൾ ചേർന്നല്ലേ ഓരോ ലഗ്നത്തിന് വരുന്നത്. അപ്പം അതിൻ്റെ കാരകത്വങ്ങളും ഭാവത്തിൻ്റെ കാരകത്വങ്ങളും നോക്കാൻ അറിയാമെങ്കിൽ നക്ഷത്രക്കാലിൻ്റെ കാരകത്വങ്ങൾ അത് ഏത് അധിപതി എന്നുള്ള അതിൻ്റെ കാരകത്വങ്ങളൊക്കെ നോക്കി നിങ്ങൾ ഫലങ്ങൾ എടുക്കണം. ഓക്കെ. അപ്പം ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ അവനവൻ ലഗ്നാധിപതി തന്നെ പോയി പ്രശ്നത്തിൽ എന്തെങ്കിലുമൊക്കെ പോയി ചാടി വെറുതെ റോഡിലൂടെ പോയാൽ ആരോടെങ്കിലും പോയി ഉടക്കും. എന്തെങ്കിലും പറഞ്ഞ് വാക്ക് തർക്കം ഉടക്കി വലിയ ചെറിയ പ്രശ്നം വലുതാക്കും. അവരായിരിക്കില്ല പ്രശ്നം, ഇവരായിരിക്കും പ്രശ്നം. അങ്ങനെയാവാം. സ്വയം പോയി ചെന്ന് കുഴിയിൽ ചാടുന്ന ഒരവസ്ഥ ഉണ്ടാകും. 2ാം ഭാവത്തിലാണെങ്കിൽ ഇത് 1 2ാം ഭാവത്തിലാണെന്ന് വെച്ചോളൂ. ഞാനില്ലേ മേടം തൊട്ട് കണക്കാക്കുകയാണ്. 2ാം ഭാവത്തിലാണെങ്കിൽ എന്തും നമുക്ക് വരുന്നത് വരവ് കാണിക്കുന്നത് 2ാം ഭാവമാണ്. അപ്പോൾ ആ വരവെന്താ അതും ഒരു വന്ന് ചേരുമെന്നാണ് പറയണത്. ഇപ്പോൾ ലഗ്നാധിപതിയെ അതും വന്നു ചേരും. അങ്ങനെ ആ ബാധകാധിപതിയുടെ അഷ്ടമാധിപതിയുടെ പ്രശ്നം വന്ന് ചേരുമെന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ വാക്ക് സ്ഥാനമാണ്, വരുമാനമാണ്, കുടുംബസ്ഥാനമാണ്, എല്ലാം പിന്നെ വിദ്യ, ചെറിയ പ്രൈമറി ക്ലാസ്സിലുള്ള വിദ്യ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ 2ാം ഭാവത്തിന് വരുന്നുണ്ട്. അപ്പോൾ ആ 2ാം ഭാവത്തിന് വാക്കുകൾ വളരെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ വരും. അടുത്ത 3ാം ഭാവം ആണെങ്കിൽ 3ാം ഭാവം കമ്മ്യൂണിക്കേഷനാണ്. വാക്ക് തർക്കങ്ങൾ വരാം. കാമ്പൗണ്ട് അടുത്ത നെയ്ബറുമായിട്ട് 3ാം ഭാവം കാമ്പൗണ്ടിനെ കൊടുക്കും. അതിർ തർക്കം, അതിർത്തിയൊക്കെ പറയും. അപ്പം അടുത്ത നെയ്ബറുമായിട്ടൊക്കെ കാമ്പൗണ്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ വെച്ച് എന്തെങ്കിലും വഴക്കുകൾ ഉണ്ടാവാം. അതുപോലെ ഇവർക്ക് 3ാം ഭാവം എന്ന് പറയുമ്പോൾ ചില പെറ്റീഷൻ കംപ്ലയിൻസ് വരാം. ഇയാൾ ശരിയല്ല, ഇയാൾ അങ്ങനെയുള്ള സ്വഭാവമാണ്, ഇയാൾ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും അറിയാതെ കംപ്ലൈൻ്റ് ഒക്കെ കൊടുക്കും. അപ്പം ആ കംപ്ലൈൻ്റ് ഒക്കെ വരാനുള്ള ഒരു ചാൻസ്
ഉണ്ട്. മൂന്നാം ഭാവത്തിന് വേറെയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും പറയുന്നില്ല ഞാൻ. അപ്പം അത് വളരെ ശ്രദ്ധിക്കണം. അതുപോലെ കൊടുക്കൽ വാങ്ങൽ, ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സൊക്കെ ചെയ്യുന്നെങ്കിൽ കൊടുക്കൽ വാങ്ങലൊക്കെ ശ്രദ്ധിക്കണം. മൂന്നാം ഭാവം എന്ന് പറഞ്ഞാൽ 2 വീലേഴ്സിൻ്റെ കാര്യം. അപ്പം ബൈക്കിലൊക്കെ പോകുമ്പോൾ വല്ല കോർണറാണ്, ചില വളവിലൊക്കെ പോയി വീഴാനൊക്കെ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ 4 എന്ന് പറയുമ്പോൾ ഈ കോർണർ രാശിക്കാണ് ഞാൻ വളവെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഈ ഒരു 4-ാം ഭാവമാണെങ്കിൽ നമുക്ക് അമ്മ മെയിനായിട്ട്, അച്ഛൻ്റെ ആയുസ്, വീട്, വാഹനം, പിന്നെ ജലാശയം, ജലങ്ങൾ കൊണ്ട് ബോട്ട് യാത്ര, വെള്ളത്തിനെ കൊണ്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം സൂക്ഷിക്കണം. നീന്താൻ പോകുന്നത്, ചിലർ ചന്ദ്രനൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം മദ്യം കഴിച്ചുകൊണ്ട് വെള്ളത്തിലൊക്കെ പോകും. അപ്പോൾ അതൊക്കെ റിസ്ക്കാണ്. പിന്നെ അപ്പം ആ ഒരു രീതി നിങ്ങൾ നോക്കണം. അപ്പോൾ ഈ 4-ാം ഭാവത്തിന് ഇത്രയും പ്രശ്നങ്ങളുണ്ട്. അപ്പം അമ്മയ്ക്ക് ദേഹാസ്വസ്ഥ്യം വരാം, പെട്ടെന്ന് ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകണം. ചിലപ്പം നമുക്ക് കുറച്ച് പ്രായം ചെന്ന ആൾക്കാരാണെങ്കിൽ അമ്മ ഇല്ല എന്നൊക്കെ പറയാം, അല്ലെ അച്ഛനും പ്രശ്നമുണ്ടെന്നൊക്കെ പറയും. അതുപോലെ വാങ്ങുന്ന വാഹനത്തിൻ്റെത് അതൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ 5 കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളാണ് മെയിനായിട്ട് പറയുന്നത്. അതുപോലെ പൂർവിക സ്വത്ത് പറയും. കുഞ്ഞുങ്ങളെ കൊണ്ട് ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുത്ത് കുഞ്ഞ് ഉണ്ടാകാനുള്ള യോഗമായിരിക്കും, അല്ലെങ്കിൽ കുഞ്ഞ് ജനിച്ച ശേഷം അസുഖങ്ങളുടെ പ്രശ്നങ്ങൾ കാണും. കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഫാറിനിൽ പോകാൻ വേണ്ടി ഇവരുടെ ആഗ്രഹം 5 നേരെ 11 നോക്കുന്നതാണെങ്കിൽ അത്യാഗ്രഹമായിട്ട് കുഞ്ഞുങ്ങളെ ഫോറിനിലേക്ക് അയച്ച് പഠിപ്പിക്കാനോ അല്ലെങ്കിൽ അവർക്ക് വിവാഹത്തിന് വേണ്ടി എക്സ്ട്രാ നിറയെ പണം ചിലവാക്കാനൊക്കെ ഇവരെ കഴിവിനേക്കാളും കൂടുതലൊക്കെ ചെയ്ത് അത്യാഗ്രഹമായിട്ടൊക്കെ മാറി പ്രശ്നങ്ങൾ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പം ഇതുപോലെ 5-ാം ഭാവത്തിൽ എന്തൊക്കെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ, നമുക്ക് എന്തെല്ലാം 5-ാം ഭാവത്തിനെ കൊണ്ട് പറയാൻ പറ്റുമോ, എല്ലാ കാര്യങ്ങളും അത് ചേർത്ത് പറയും. അടുത്തത് 6, ചിലപ്പോൾ നല്ല ജോലിയൊക്കെ കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, സുഖ സൗകര്യങ്ങൾക്ക് അങ്ങനെയൊന്നുമുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷേ ചില ബുദ്ധിമുട്ടുകൾ ആ ഭാവത്തിന് കൊടുക്കും എന്നുള്ളതാണ്. 6-ാം ഭാവം ചിലപ്പോൾ നല്ല ജോലിയൊക്കെ കിട്ടാം, പക്ഷേ അസുഖങ്ങൾ വല്ലതും വന്ന് ജോലിക്ക് പോകാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാനൊക്കെ ഒരു ചാൻസ് ഉണ്ട്. നിങ്ങളതൊക്കെ നോക്കി വേണം പറയാൻ. എല്ലാ ഫലങ്ങളും ഗ്രഹനില നോക്കി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു വേണം ഫലങ്ങൾ പറയാൻ. അതുപോലെ കേസ്, കോട്ട്, വഴക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ 6-ാം ഭാവത്തിലുള്ളതുകൊണ്ട് ആവശ്യമില്ലാതൊക്കെ പോയി വോളണ്ടിയർ ആയിട്ട് പോയി ചെന്ന് കേസ് കൊടുക്കുക, ഈ കാര്യങ്ങളൊന്നും ഇടപെടണം. അതുപോലെ 7 കളത്രഭാവമാണ്, ഹസ്ബൻഡും വൈഫിനെയും കുറിക്കുന്നതാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാകും. ചിലപ്പോൾ 2-ാം വിവാഹത്തിന് 2ഉം 7ഉം ശരിയല്ലാന്നൊരു പക്ഷത്തിൽ ചിലപ്പോൾ 2-ാം വിവാഹത്തിലൊക്കെ പോകാനൊക്കെ ഉള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. പിന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത 8 എന്ന് പറഞ്ഞ ആയുസാണ്. വലിയ വലിയ അസുഖങ്ങളെ കുറിക്കുന്നതാണ്, സർജറിയൊക്കെ കുറിക്കുന്നതാണ്. നമ്മുടെ ആയുസ് അതായത് അത്രയും പോയിട്ട് മരണതുല്യമായിട്ടുള്ള വേദന അനുഭവിച്ച് തിരിച്ചു വരുന്ന ഒരവസരങ്ങളൊക്കെ 8-ാം ഭാവത്തിനെ കൊണ്ട് പറയാം. അടുത്തത് 9 പിതാവിൻ്റെ സ്ഥാനമാണ്. പിന്നെ പിതാവ് ആഹാനുള്ള ഒരു യോഗം ഉണ്ടാകുന്നുള്ള സ്ഥാനമാണ്. ലേഡീസിന് വന്ന് യൂട്രസിൻ്റെ സ്ഥാനമാണ്, ഭാഗ്യത്തിൻ്റെ സ്ഥാനമാണ്. അപ്പം ഈ 9-ാം ഭാവം അതും കൂടെ കണക്ട് ചെയ്ത് നിങ്ങൾ പറയും. എല്ലാ കാര്യത്തിലും നമ്മൾ എടുക്കുമ്പോൾ ഓരോ മൈനസ് അങ്ങ് പറഞ്ഞാൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു മൈനസും കൂടെ ചേർത്ത് പറയുമ്പോൾ നമുക്ക് അവർക്ക് പറയും, അവർ തന്നെ നമുക്ക് ചിലപ്പോൾ തിരിച്ചു പറഞ്ഞു തരും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് അവരെ പറയും. കാരണം നമുക്കൊരു മൈനസ് അവിടെ കാണുന്നു ഉള്ളതിന് അവരോട് പറയുക, ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അവിടെ കാണുന്നുണ്ട് എന്നുള്ളതിന് നമ്മൾ പറഞ്ഞാൽ അവർ തിരിച്ച് നമുക്ക് പറഞ്ഞു തരും എന്താ പ്രശ്നം എന്നുള്ളത്. അല്ല നല്ല അറിയുന്നവരാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് തന്നെ പറയാം, ഈ ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ടല്ലോ എന്നും പറയും. അടുത്തത് 10 എന്ന് പറയുമ്പോൾ നമ്മൾ കർമ്മ പറയും. നമ്മൾ കൊണ്ടുവന്ന കർമ്മ, നമ്മൾ അനുഭവിക്കുന്ന കർമ്മ എന്നൊക്കെ കിട്ടാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞാലും കർമ്മം എന്ന് പറയുന്നത് നമ്മളെ കർമ്മപുത്രൻ, നമ്മളെ അവസാനം അന്ത്യ സമയത്ത് നമുക്ക് കർമ്മം ചെയ്യാൻ, നമ്മുടെ ബലിയിടാനൊക്കെ നമുക്കൊരു കുഞ്ഞുണ്ടോ, കർമ്മപുത്രനുണ്ടോ. നിറയെ പേർക്ക് പുത്രിമാരെ കാണുള്ളൂ, പുത്രന്മാർ കാണില്ല. അപ്പം അവർക്ക് അതെന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് പുത്രന്മാർ ജനിക്കാത്തത്. അപ്പം അങ്ങനെ ഒരു പുത്രനുണ്ടോ, അപ്പോൾ 10-ാം ഭാവത്തിലൊരു ഗ്രഹം നിന്നാൽ പുത്രനുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ബാധകാധിപതി നിൽക്കുമ്പോൾ ചിലപ്പോൾ പുത്രികളായിരിക്കും ഉണ്ടാകുന്നത്. അപ്പം അത് സൂചിപ്പിക്കുന്നത് ഈ 10-ാം ഭാവമാണ്. പിന്നെ അമ്മയെ കൊണ്ട് 10-ാം ഭാവം എന്ന് പറയുന്നത് 7-ന്റെ 4. അപ്പം 7, 8, 9, 10. ഓക്കെ, 10 എന്നത് അമ്മ സ്ഥാനമാണ്. ഈ അമ്മയും മരുമകളുമാര് തല്ലുപിടുത്തമുണ്ടോ എന്നൊക്കെ നോക്കാൻ ഈ ഒരു 10-ാം ഭാവം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ പിന്നെ വിവാഹ പൊരുത്തം നോക്കുമ്പോൾ ഇതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അച്ഛനും അവിടുത്തെ അമ്മ 2 പേരും പെൺകുട്ടിയുമായിട്ട് അല്ലെങ്കിൽ ആൺകുട്ടിയുമായിട്ട് നല്ല ബന്ധത്തിലാണോ എന്നുള്ളതും കൂടെ നോക്കി നമുക്ക് പൊരുത്തം നോക്കി കൊടുക്കാം. അതിന് അത്രയും
സാവകാശം പേരൻസ് തരില്ല. കാരണം ആൺകുട്ടിയും പെൺകുട്ടിയുടെ മാച്ചിങ്ങും നോക്കാനേ ബുദ്ധിമുട്ട്. അപ്പം ഇതും കൂടെ നോക്കാനുള്ള ജാതകങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും വരുന്ന ജാതകത്തിൽ അതും കൂടെ നിങ്ങൾ നോക്കിക്കൊടുത്താൽ അത്രയും നല്ലത്. അടുത്തത് 11. 11 പറയുമ്പം നമ്മളെ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ ഒക്കെ നമ്മൾ ഒരുപാട് അത്യാഗ്രഹം പാടില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ 11 ഭാവം മൂത്ത സഹോദരങ്ങളാണ്. അപ്പം ഈ 3-ാം ഭാവം ഇളയ സഹോദരങ്ങളെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് വരാം. അമ്മായി, അതായത് ഫാദറില കൊണ്ടുള്ള ബുദ്ധിമുട്ട് വരാം. അതേപോലെ 3-ാം ഭാവം എന്ന് പറഞ്ഞാൽ 7-ന്റെ 9 അപ്പം ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ പിതാവാണ്. അപ്പം ആ പിതാവിനെ കൊണ്ട് പ്രശ്നങ്ങൾ വരാം 3. അതുപോലെ 11 എന്ന് പറയുന്നത് മരുമക്കളെ കുറിക്കും. മൂത്ത സഹോദരങ്ങളെ കുറിക്കും, മരുമക്കളെയും കുറിക്കും. മരുമക്കളെ കുറിക്കുമ്പോൾ 5-ന്റെ അത് 5-ന്റെ 7 അപ്പം അത് 11-ാം ഭാവമാണ്. അപ്പോൾ ആ മരുമക്കളെയും കുറിക്കും. അപ്പോൾ അവരുമായിട്ടുള്ള എങ്ങനെ നല്ല ഒരു രീതിയാണോ പെരുമാറ്റവും കാര്യങ്ങളും സ്നേഹമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് അവിടെ കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തത് 12 നിൽക്കുകയാണെങ്കിൽ ഫോറിനിൽ പോകാനൊക്കെ ആവശ്യമില്ലാതെ കാശ് കൊടുത്തൊക്കെ പോയി പ്രശ്നം ഉണ്ടാക്കരുത്. കാരണം അവിടെ പോയാലും ചിലപ്പം ആ സമയത്ത് അവിടെ ചെന്ന് ബുദ്ധിമുട്ടുന്ന അവസ്ഥയായിരിക്കും. അവിടെ ചെന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളായി ജയിൽവാസവും അങ്ങനെയൊക്കെ വരാം. കാരണം 12-ാം ഭാവം എന്ന് പറയുന്നത് വ്യയസ്ഥാനമാണ്. അപ്പം ജയിൽവാസം, ആശുപത്രി അഡ്മിറ്റ് ആവുന്നത്, പിന്നെ ഫാർമിൽ വെളിനാട് അങ്ങനെ പുറത്തു പോകുന്നത്, പിന്നെ ഒരുപാട് കാര്യങ്ങൾ 12-ാം ഭാവം. അയന ശയന ഭോഗസ്ഥാനം. കാരണം ഉറക്കം, ശനി 12-ാം ഭാവത്തിൽ ശനിയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഉറക്കം, ശനിക്ക് ഏതൊക്കെയാണെങ്കിൽ ഉറക്കം 12-1 മണി വരെ അവർ ഉറങ്ങില്ല, അവർക്ക് ഉറക്കം വരില്ല. പിന്നെ രാവിലെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവർ ഉറക്കം വരുന്നത്. രാത്രി അവർക്ക് ഉറക്കം കുറവായിരിക്കും. ആ ഉറക്കം തന്നെയാണ് വിവാഹത്തിൻ്റെതും പറയുന്നത്. അപ്പം ബെഡ് കംഫർട്ട്സ് പറയുന്നതും 12-ാം ഭാവം തന്നെയാണ്. അപ്പം വിവാഹത്തിന് പൊരുത്തം നോക്കുമ്പോൾ 12-ാം ഭാവവും കൂടെ നല്ല നോക്കി വേണം, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരും. ഇപ്പോൾ ചൊവ്വ 12 നിൽക്കുകയാണെങ്കിൽ ആദ്യം റൂമിൽ കയറിയാൽ ആദ്യം തല്ലുപിടുത്തമായിരിക്കും, അവർ തമ്മിൽ അടിയും ബഹളമായിരിക്കും. അത് കഴിഞ്ഞാണ് ഉറങ്ങാൻ തന്നെ പോകുന്നത്. അപ്പോൾ ഈ ഗ്രഹങ്ങൾ നിൽക്കുന്നതനുസരിച്ച് അവിടെ പ്രശ്നങ്ങളും വരും. അപ്പോൾ ഇവിടെ ബാധകാധിപതിയൊക്കെ ആണെങ്കിൽ ആദ്യം നല്ല അടിയായിരിക്കും അവിടെ. അപ്പം അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പം 12-ാം ഭാവത്തിന് ആ ഒരു ബെഡ് കംഫർട്ട്സ് പറയുന്നുണ്ട്. അപ്പോൾ വിവാഹത്തിനുമായിട്ടുള്ള ആ ബെഡ് കംഫർട്ട്സ് പറയുന്ന ആചാര്യന്മാർ പണ്ട് എഴുതി വെച്ചത് തന്നെയാണ് അതിപ്പോഴും ആൾക്കാർ ഫോളോ ചെയ്യുന്നത്. അത് മെയിനായിട്ട് പറയണം, അല്ലെങ്കിൽ എങ്ങനെയാണ്. അപ്പോൾ ഉറക്കം പറയണമെങ്കിൽ എല്ലാം പറയണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ബാധകാധിപതി കൊണ്ട് പറയുന്നത്. അഷ്ടമാധിപതിയും അങ്ങനെയാണ്. ഈ അഷ്ടമാധിപതി എവിടെ പോയി നിന്നാലും ആ ഭാവത്തിന് കുറച്ച് ബുദ്ധിമുട്ട് തരും എന്നുള്ളതാണ്. കാരണം 8 അഷ്ടമം. അപ്പോൾ എവിടെ പോയി നിന്നാലും അതിൻ്റേതായ ബുദ്ധിമുട്ട് തരും. അതുപോലെ ഈ ബാധകാധിപതിയും തരുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം പല അനുഭവങ്ങളുണ്ട്. ഇപ്പം നമ്മൾക്കൊരു എക്സാമ്പിൾ പറയാം. തുലാലഗ്നം എന്ന് വെച്ചു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, തുലാലഗ്നത്തിന് ചരരാശി ആയതുകൊണ്ട് 11-ാം ഭാവാധിപതിയാണ് ബാധകാധിപതിയായിട്ട് വരുന്നത്. അപ്പം ഇതിവിടെ സൂര്യനാണല്ലോ. ഈ സൂര്യൻ 7 പോയി നിൽക്കുന്നു. അപ്പം പൊതുവെ എന്തു പറയും? 7 സൂര്യൻ നിന്നാൽ വിവാഹത്തിന് കൊള്ളില്ല. കാരണം ഭാര്യയെ ഉപേക്ഷിക്കും എന്നുള്ളൊരു ഉപേക്ഷായോഗം എന്നൊരു യോഗമുണ്ട്. അതുകൊണ്ട് സൂര്യൻ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് പറയും. പക്ഷെ സൂര്യൻ 7 നിൽക്കുന്നു, നല്ല ഹസ്ബൻഡ് വരും. അത് നേരെ ലഗ്നത്തിനെ തന്നെ നോക്കുന്നു. പക്ഷേ വരുന്ന ഹസ്ബൻഡ് കുറച്ച് ചിട്ട, പിന്നെ ഞാനാണ്, അതായത് ഞാനെന്ന ഭാവം, അല്ലെങ്കിൽ ഒരു ഗംഭീര്യം, അഹങ്കാരം, എന്നിൽ എവിടെയും തലകുലിക്കാനൊരു മടി, ഞാൻ പറയുന്നതിന് എല്ലാവരും അനുസരിക്കണം, ഇങ്ങനെയൊക്കെ ഒരു സ്വഭാവം ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഹസ്ബൻഡ് ആണെങ്കിലും അതുപോലെ വൈഫായിട്ട് പെൺകുട്ടിയാണ് 7, പിന്നെ ആൺകുട്ടിക്കാണ് 7 സൂര്യന് വരുന്ന പെൺകുട്ടി ഇതേ സ്വഭാവമായിരിക്കില്ലേ? രണ്ടും പരസ്പരം ഇത് 7 സൂര്യൻ നിൽക്കുന്നുവെങ്കിൽ ലഗ്നത്തിന് സൂര്യൻ നോക്കുന്നില്ലേ? അപ്പം അതിൻ്റെ സ്വഭാവം ഇവർക്കും കുറച്ച് കാണുമല്ലോ. അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് തോന്നുന്നു 7 സൂര്യൻ നിൽക്കുന്നത് കൊണ്ട് സൂര്യൻ്റെ സ്വഭാവത്തിന് അനുസരിച്ച് പോയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണെന്ന്. പക്ഷേ നമ്മൾ തീരെ കുറഞ്ഞ സൂര്യൻ നീചമായിട്ടും സൂര്യന് ഒട്ടും ബലമില്ലാത്ത ഒരു കുട്ടീനെ ചേർത്ത് കൊടുത്താലും പറ്റില്ല. കാരണം അതിന് കുറച്ച് ഗാംഭീര്യം, അതിനൊരു കോംപ്ലക്സ് ഒന്നും വരാൻ പാടില്ല. അപ്പം അതിന് എന്ത് ചെയ്യണം? അതിന് മാച്ച് ബലമായിട്ട് തന്നെ ഒരു സൂര്യനോടുള്ള ഇത് തന്നെ ചേർക്കണം. അതിന് പകരം 7 സൂര്യൻ ചേർക്കണമെന്നല്ല, അതിന് ബലമായിട്ടുള്ള സൂര്യനെ തന്നെ ആ ജാതകം ചേർത്ത് കൊടുക്കണം. അപ്പം ഇവിടെ തുലാലഗ്നത്തിന് ബാധകാധിപതിയാണ് 7 നിൽക്കുന്നത്. അപ്പം ഇവിടെ വളരെ വളരെ ശ്രദ്ധിച്ചു വേണം വിവാഹ പൊരുത്തം നോക്കാം. വെറും സൂര്യനാണ് നിൽക്കുന്നതെന്ന് എടുക്കരുത്.
അത് നിൽക്കുന്നത് ബാധകാധിപതിയാണ് എന്ന് നോക്കിയിട്ട് തീർച്ചയായിട്ടും വിവാഹത്തിന് പ്രശ്നം വരുന്ന ഒരു കോമ്പിനേഷനാണ് ഇത്. അപ്പോൾ ഇങ്ങനെ ഒരു ജാതകം വന്നു കഴിഞ്ഞാൽ വളരെ കെയർഫുള്ളായിട്ട് വേണം നിങ്ങൾ നോക്കി, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുത്തു വേണം വിവാഹം നടത്താൻ. ഞാൻ തക്കവണ്ണം മാച്ചിങ് ഒക്കെ നോക്കി മറ്റുള്ള ഗ്രഹനിലകളൊക്കെ നോക്കിയിട്ട് വേണം വിവാഹപ്പൊരുത്തം നോക്കാൻ. അപ്പോൾ ഇതിൽ എന്തെന്ന് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഈ ബാധകാധിപതി 6, 8, 12 ദുർസ്ഥാനങ്ങളിലോ പിന്നെ അതേപോലെ 6, 8, 12 നക്ഷത്രക്കാലിലൊക്കെ നിൽക്കണം, ശ്രദ്ധിക്കണം. പിന്നെ ചിലപ്പോൾ 5-ൽ നിൽക്കാം, 7-ൽ നിൽക്കാം, എല്ലായിടത്തും നിൽക്കാം. പക്ഷെ നിൽക്കുന്നത് ചിലപ്പോൾ നക്ഷത്രക്കാലം 6, 8, 12 ആയിരിക്കും. അത് ശ്രദ്ധിക്കണം. ചിലപ്പോൾ 5-ൽ നിൽക്കുന്നതുകൊണ്ട് സൂപ്പർ അല്ലേ എന്തായിരിക്കും, ഒന്നും ഉപദ്രവിക്കില്ല, പിന്നെ ബാധകാധിപതി ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് കെയർലെസ് ആയിട്ട് ഇരിക്കരുത്. അത് ഏത് നക്ഷത്ര പാദത്തിൽ നിൽക്കുന്നു എന്ന് ശ്രദ്ധിക്കണം. ചിലപ്പോൾ അത് 6, 8, 12-ലായിരിക്കും നിൽക്കുന്നത്, 5-ാം ഭാവത്തിൽ നിൽക്കുന്നു, പക്ഷെ നിൽക്കുന്ന കാലേ ദുർസ്ഥാന അധിപതിയുടേതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ചില പ്രശ്നങ്ങൾ തരും. ഓക്കെ, അപ്പം ഇത് പിന്നെ ഇത്രയുമാണ് ഞാൻ പറയുന്നത്. പരിഹാരങ്ങളൊക്കെ ഉണ്ട്. പരിഹാരങ്ങളൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഞാൻ പറയുന്നതൊക്കെ എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള പരിഹാരങ്ങളും ചില ക്ഷേത്ര വഴിപാടുകൾ വില കുറഞ്ഞ വളരെ തുച്ഛമായിട്ടുള്ള ചിലവ് കൊണ്ട് നടത്തുന്ന ചില പരിഹാരങ്ങൾ മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ, പറയാറുള്ളൂ. കാരണം അതേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും വലിയ പരിഹാരങ്ങളെന്ന് പറയാനൊന്നും എനിക്കും അറിയില്ല, ഞാൻ പഠിച്ചിട്ടുമില്ല. അപ്പം അങ്ങനെ പരിഹാരങ്ങൾ ആവശ്യമാണെങ്കിൽ വാട്സാപ്പിൽ വന്നാൽ എന്താണെന്നുള്ളത് ഞാൻ എഴുതി തരാം. കാരണം പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല. ഓരോ ആളിനും ഓരോ തരത്തിലുള്ള പരിഹാരങ്ങളായിരിക്കും ചെയ്യേണ്ടത്. എല്ലാവർക്കും ഒരേപോലെയുള്ള കോമൺ പരിഹാരമുണ്ട്. അത് നമുക്ക് ഓരോ ഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള പരിഹാരമാണ്. ഇനി ഞാൻ വേണമെങ്കിൽ ഞാൻ അടുത്ത ഒരു വീഡിയോയും കൂടെ ഇതിന് ചെയ്യാം. അപ്പോൾ അതിന് എന്തെന്തൊക്കെ പരിഹാരം എന്നുള്ളത് കോമൺ ആയിട്ടുള്ളത് പറഞ്ഞു തരാം. ഓക്കെ, നിങ്ങൾ ടെൻഷനൊന്നും ആകണ്ട. ഇങ്ങനെ ഒരു പുതിയ ഒരു കാര്യമാണ് എന്നുള്ളതൊന്നും എടുക്കണ്ട. ഇതൊക്കെ ഒന്ന് ജാതകത്തിൽ ശ്രദ്ധിക്കണം. കാരണം എന്തെന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ സ്വഭാവം മനസ്സിലാക്കാൻ ആ കുട്ടി ഈ നക്ഷത്രങ്ങളും അല്ലെങ്കിൽ ഓരോന്നിൻ്റെയും കാരകങ്ങളൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഒരു ജാതകം ഇപ്പോൾ പൊരുത്തം നോക്കുമ്പോൾ ഒരു ആൺകുട്ടിയുടെ സ്വഭാവം എങ്ങനെയാണ്, അല്ലെങ്കിൽ പെൺകുട്ടിയുടെ സ്വഭാവം എങ്ങനെയാണ്, ഇവർ പൊരുത്തപ്പെട്ടു പോവുമോ, ഈ കുട്ടി വൃത്തികെട്ട സ്വഭാവത്തിൽ പോയി ചാടുവോ, പിന്നെ മദ്യപാനം പോലുള്ള കാര്യങ്ങൾ, ചിലർ സോഷ്യൽ ഡ്രിങ്കറാണെന്നൊക്കെ പറയും അല്ലേ, വെറുതെ വല്ലപ്പോഴും ഉള്ളൂ എന്ന് പറയും. ഇതിങ്ങനെ കഴിച്ചു തുടങ്ങിയാൽ ഇവർക്ക് നിർത്താൻ പറ്റുമോ? ചില നക്ഷത്രങ്ങൾ നിർത്തില്ല. വിശാഖ നക്ഷത്രത്തൊക്കെ അവർ മദ്യം തൊട്ടുപോയാൽ ഇവരെ നിർത്താൻ ബുദ്ധിമുട്ടാണ്. കുറച്ചു കാലം നിർത്തിയതുപോലെ നിൽക്കും, പിന്നെ പെട്ടെന്ന് വീണ്ടും തുടങ്ങും. ഇതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ഇവർക്ക് പറഞ്ഞു കൊടുക്കാം. അറ്റ്ലീസ്റ്റ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇതൊക്കെയാണ് ബുദ്ധിമുട്ടുണ്ടെന്ന്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഈ നക്ഷത്രങ്ങളും ബാധകാധിപതി, രാഹു, കേതു, മാന്തി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് നോക്കുന്നത്. എങ്കിൽ മാത്രമേ മൈനസ് എന്നുള്ള രീതിയിൽ നമുക്ക് കുറേ കാര്യങ്ങൾ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ എല്ലാ ഗ്രഹങ്ങളും നല്ലത് ചെയ്യുന്നു. 6, 8, 12 നിന്നാലും ഗുരു നല്ലതാണെന്ന് പറയുന്നു. അത് എത്ര നാളും ബുദ്ധിമുട്ട് തന്നിട്ടാണ് അത് അവസാനം നല്ലത് തരുന്നു എന്നുള്ളത് ആരും നോക്കുന്നില്ല. കണ്ടുടനെ പറയും 6, 8, 12 കുഴപ്പമില്ല, നല്ലതാണ്, നിങ്ങൾ പിന്നെ ഡോക്ടറാകാൻ പറ്റും, അല്ലെങ്കിൽ മെഡിക്കൽ ലൈനിൽ നിങ്ങൾക്ക് ലൈഫ് ഉണ്ടാവും എന്നൊക്കെ പറയാം. പക്ഷെ അതിന് എത്രത്തോളം എന്തുമാത്രം ബുദ്ധിമുട്ടി എങ്ങനെയാണ് ആ ഫീൽഡിൽ എത്തിയെന്നുള്ളതിനുള്ള കാര്യങ്ങൾ ആരും പറഞ്ഞു കൊടുക്കില്ല. അപ്പം ഇതൊക്കെ ആ സ്ഥാനങ്ങളിൽ നിൽക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഗുരു ആവട്ടെ ആരായിരുന്നാലും അതിൻ്റെതായ ആഗ്രഹങ്ങൾ നമുക്ക് ചില സ്വാധീനങ്ങൾ തരുന്നെന്നുള്ള സൂചന നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇത് എല്ലാ കാര്യങ്ങളും പഠിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ 6 മാസത്തെ കോഴ്സ് പഠിച്ചിട്ടോ 1 വർഷത്തെ കോഴ്സ് പഠിച്ചിട്ടോ ഒന്നും പ്രയോജനമില്ല. നിങ്ങൾ ശരിക്കും പഠിച്ചാലേ ഈ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഇതൊരു പുതിയ കോൺസെപ്റ്റ് ആയിരിക്കാം നിങ്ങൾക്ക്. ചിലപ്പോൾ നിങ്ങളൊന്ന് നോക്ക് അതെന്താണ്. പിന്നെ ജാതകത്തിലൊക്കെ അങ്ങനെ വരും. ചിലവർ വന്ന് പറയാറുണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല, എനിക്ക് കുറച്ച് ഒരേ ബുദ്ധിമുട്ടാണ്, ജാതകത്തിൽ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പോഴായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ കാണുന്നത്. അപ്പം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇതൊക്കെ കൊണ്ടാണ് ബുദ്ധിമുട്ട്, അപ്പോൾ അതിനുള്ള പരിഹാരങ്ങൾ എന്തെങ്കിലും ചെയ്തോ. അതായത് പാവപ്പെട്ടവർക്ക് ഹെൽപ്പ് ചെയ്യുക. ആ കാരകം എന്താണ്? ശനിയാണോ, ചെരുപ്പ് വാങ്ങിക്കൊടുക്ക്, വാക്കിംഗ് സ്റ്റിക്ക് വാങ്ങിക്കൊടുക്ക്, വയസ്സായവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്ക്. ഇതൊക്കെ തന്നെയാണ് അനാഥാശ്രയങ്ങൾ. ഗുരുവാണോ, കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുക. രാഹുവാണോ, അതിന് തക്കവണ്ണമുള്ള എന്തെങ്കിലും പരിഹാരം ചെയ്ത്. കേതുവാണോ, അത് ചെയ്തു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. എല്ലാം ആ ഭാവത്തിനും ആ നിൽക്കുന്ന ഗ്രഹത്തിനനുസരിച്ചുള്ള കാരകങ്ങൾ എന്താ അത് പഠിച്ചാൽ അത് പ്രതിവിധി ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒന്നാമത്തെ പ്രശ്നം ഞാൻ പറഞ്ഞതൊക്കെ ശരിക്കും മനസ്സിലായോ എന്നറിയില്ല. അതൊരു ആവർത്തി 1-2 പ്രാവശ്യം ഇട്ട് നോക്കിയ ശേഷം, കാരണം ഞാൻ
എൻ്റെ ഒരു എന്താ പറയുക ഒരു അവതരണ ഇത് ശൈലി ശരിയല്ല എന്നുള്ള ഒരു ഇതുണ്ട്. എനിക്കറിയാം തെറ്റിപ്പോവും, മാറി മാറിയൊക്കെ പറയും. അതുകൊണ്ട് അത് നിങ്ങളൊന്ന് വളരെ കെയർഫുള്ളായിട്ട് 1-2 പ്രാവശ്യം കണ്ടിട്ട് എല്ലാം എഴുതിയെടുത്ത് ഓരോ ജാതകത്തിലും അപ്ലൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എഴുതുക. ഞാൻ തിരിച്ച് അതുപോലെ വീണ്ടും ഇതിനുള്ള പരിഹാരങ്ങൾ, ഓരോ ഗ്രഹങ്ങൾക്ക് എന്തൊക്കെ പരിഹാരങ്ങളുണ്ടെന്ന് വേണമെങ്കിൽ കോമൺ ആയിട്ടുള്ള കുറേ പരിഹാരങ്ങൾ പറഞ്ഞു തരാം. ഓക്കെ, താങ്ക് യു.